ഹലോ ഗായ്സ്, ബാറ്ററി ഡ്രോപ്പ് ഉള്ളതുകൊണ്ട് രാവിലെ 130 ഫുൾ 100% 130 ചാർജ് ചെയ്തെന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ വീട്ടിൽ നിന്ന് വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ 130 കാണിച്ചു. ഒരു അര കിലോമീറ്റർ ഓടി, അതിന് ശേഷം വേഗം 128ലേക്ക് ചാടി. അപ്പോൾ 128 മുതലാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ 2 കിലോമീറ്റർ കറക്റ്റ് ഓടി 126 പോകുന്നത് പാലക്കാടുക്കാണ്. ഞങ്ങളിത് പിന്നെ എൻ്റെ ഒപ്പം ഞങ്ങൾ ഫാമിലി ഇത്ര പേരുണ്ട്. ഓനും അതുപോലെ ഞങ്ങൾ 4 പേരാണ് ഉള്ളത്. നമുക്കിത് റേറ്റ് എത്ര കിട്ടും എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ 126 കിലോമീറ്റർ, പിന്നെ 2.2 കിലോമീറ്റർ കേട്ടോ. പരമാവധി നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുക. കാരണം നമുക്ക് അങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര റേഞ്ച് ഉണ്ടാവും എന്നുള്ളതാണ്. പാലക്കാടേക്ക് ഗൂഗിൾ മാപ്പ് പ്രകാരം 90 കിലോമീറ്റർ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്ക് എവിടെ ചാർജ് ചെയ്യാൻ ഇറങ്ങേണ്ടി വരും, അതുപോലെ യാത്ര സുഖമുണ്ടോ, ഫാമിലിക്ക് യാത്ര ചെയ്യാൻ എളുപ്പമുണ്ടോ, എന്തൊക്കെയാണ് പ്രയാസങ്ങൾ എന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ വീഡിയോ ചെയ്യാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി എത്തി. ഇനി ഷൊർണൂരും വടക്കാഞ്ചേരിയുടെ ഇടയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പിന്നെ നമ്മളിപ്പോൾ എത്ര കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ചെന്ന് പറയാം. ഇപ്പോൾ 81 കിലോമീറ്റർ നമുക്ക് ഇനി ചാർജ് ഉണ്ട്, 65% ഉണ്ട് ചാർജ്. ഞങ്ങൾ ഇത്രയും പേര് പിന്നെ ഓൺ ദ വേ ആണ്. അപ്പോൾ ഇനി നമുക്ക് 43 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള നമ്മുടെ വണ്ടിയിൽ 81 കിലോമീറ്റർ ചാർജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ യാത്ര വീണ്ടും തുടരാം. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വീടെത്തിയിരിക്കണല്ലോ ഗൈസ്. അങ്ങനെ നമ്മുടെ ചാർജ് വാർപ്പിലാണ്. 22 കിലോമീറ്റർ ബാലൻസ്. 25 ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ 12:55 ടൈം. 12:56 ഞങ്ങൾ എത്തിയതൊരു 12:30 ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ 25 കിലോമീറ്ററാണ് കാണിച്ചിരുന്നത്. എന്തായാലും ഒരു 3 കിലോമീറ്റർ കുറച്ച് 22 കിലോമീറ്റർ ബാലൻസ് ഉണ്ട്. അപ്പോൾ 130 കിലോമീറ്റർ 128 ബാലൻസ് 22 കിലോമീറ്റർ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ 108 കിലോമീറ്റർ. അഥവാ നമ്മൾ 90 കിലോമീറ്ററാണ് സഞ്ചരിച്ചത്. 92 കിലോമീറ്റർ സഞ്ചരിച്ചു. 108 കിലോമീറ്റർ നമുക്ക് മിസ്സായിട്ടുണ്ട്. ബാക്കി 22 കിലോമീറ്റർ ബാലൻസ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞ് ഇവിടെ എത്തി. ഞാൻ എൻ്റെ ചാർജ് ഓണാക്കാൻ പോവുകയാണ്. ചാർജ് എത്തി. വയർ കുത്തിയില്ലല്ലേ, സോറി. ഓക്കെ, ചാർജിങ് കൂടെ തുടങ്ങാം. അപ്പോൾ രാവിലെ 8:40 ഞങ്ങൾ യാത്ര ചെയ്തു. ഇടയിൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ ഒരു സ്ഥലത്ത് നിർത്തി ചായയോ കാര്യങ്ങളൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയിൽ 2-3 സ്ഥലത്ത് നിർത്തി കുട്ടിക്ക് കാര്യങ്ങൾ പാൽ കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിടയിൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ വീതം ഇടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. മൊത്തം നമ്മൾ ശരിക്കും അതൊന്നും കൂട്ടാതെ നമ്മൾ യാത്ര നോക്കിയാൽ, അല്ലെങ്കിൽ അതൊക്കെ കൂട്ടി വയ്ക്കാലും 4 മണിക്കൂറാണ് എടുത്തത് 90 കിലോമീറ്റർ പിന്നെ സഞ്ചരിക്കാൻ. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ടോട്ടൽ കിലോമീറ്റർ നമ്മുടെ ചാർജിങ് ടൈമാണ് കാണിക്കുന്നത് 35 കിലോമീറ്റർ. 80% 3:27. ഓക്കെ, അതാണ് ഇന്നത്തെ വാർത്തകൾ. ഞങ്ങളുടെ നീണ്ട ദീർഘദൂര യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.